ഹലോ. അപ്പോൾ ഇന്നും ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാലാളും കൂടിയിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ദ വിൻസർ കാസിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ഡേക്കേഷന് പോയതാണ് കേട്ടോ. ഞങ്ങൾ നാലാളും കൂടിയാണ് പോയത്. ഞാനും അമ്മയും അച്ഛനും ഡിച്ചുവും കൂടിയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല അടിച്ച് പൊളിക്കാൻ വേണ്ടി പോയത്. ഇത് അവരുടെ തന്നെ ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ ഒരു ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഈ ആക്ടിവിറ്റീസും ഈ ഡേക്കേഷൻ്റെ ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. ഇവിടെ വരികയെന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലൊരു ഡേ നല്ല അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും ആരും പേടിക്കണം, നല്ല വലിയൊരു പാർക്കിങ്ങാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അകത്ത് കയറിയാണ്. ഒരു പഴയ വൈബ്, വിൻറ്റേജ് വൈബ് ഇതൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ ഒരു റിസോർട്ടും ഡേക്കേഷന് പറ്റിയൊരു പ്ലേസും ഒക്കെയാണ് ഇത്. അതായത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ കുറേ സ്റ്റാച്യൂസൊക്കെ പോലത്തെ സ്ഥലങ്ങൾ ഇതിനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ട് പോകും. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. അതായത് ലൈക്ക് പോകുന്നത് ഈ നേരെ ഇല്ലേ ആ ഒരു സ്ഥലത്ത്, അതിൽ കൂടെ പോയാൽ ഞങ്ങൾക്ക് നല്ല നേരെ പോകാമായിരുന്നു ഞങ്ങളുടെ 8 കെട്ട് എന്നുള്ള സ്ഥലത്തോട്ട്. ഇത് 8 കെട്ട് 4 കെട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ കൂടെ ഞങ്ങൾ പോയി. സോ ഒരു മണ്ണൊക്കെ ഉള്ളൊരു വഴിയായിരുന്നു. പക്ഷെ എന്നാലും അവിടെ കൂടെ പോകാൻ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിരുന്നു. നല്ല രസമുണ്ടായിട്ട് അവിടെ കൂടെയൊക്കെ പോകാനായിട്ട്. പിന്നെ അങ്ങ് ദൂരെ അച്ഛനും അമ്മയും നടന്ന് വരുന്നുണ്ട് കേക്കൊക്കെ ആയിട്ട്. ഞങ്ങൾ കേക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ. വരുമ്പോൾ കേക്ക് വാങ്ങിയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ടേബിളും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ബോട്ടിങ് അത് ഞാൻ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിലൊരു ആക്ടിവിറ്റിയാണ് ഈ ബോട്ടിങ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ മാത്രമല്ല വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അന്ന ചേച്ചിയും പിന്നെ ഫാമിലിയും എല്ലാവരും കൂടിയായിരുന്നു വേറെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ കാണാനാണെങ്കിലും കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കൂടെയാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് നേരെ കുറച്ച് ദൂരമുള്ളൂ. അങ്ങനെ ഒരു ഓപ്പോസിറ്റിൽ പിരാറ്റ്സ് ഐലൻഡ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയി. ഇത് മാത്രമല്ല ഞങ്ങൾ കയറാത്ത 2 ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചി, കരാക്കിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഞാൻ പറഞ്ഞത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സോറി. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇതാണ് കൊട്ടവഞ്ചിയല്ല, സോറി തെറ്റിപ്പോയി. ഇതാണ് ബോട്ടിങ്. നമ്മൾ കൊട്ടവഞ്ചി കയറിയില്ലായിരുന്നു. ഡിച്ചൂട്ടനെ പേടിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തൊന്നും കയറാഞ്ഞത്. പിന്നെ ബോട്ടിങ് അതിന് കുറേ ഉണ്ടായിരുന്നു. കുറേ ദൂരമൊക്കെ നമ്മൾ പോയി. ഡിച്ചുവിനും ഭയങ്കര ഇഷ്ടം. ഡിച്ചു ആ ഈ വീടൊക്കെ വെച്ചാൽ അത് അവരുടെ വീടാന്നൊക്കെ വെറുതെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കാണാനും നമ്മൾ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ പോകുന്ന വഴിക്കുണ്ടല്ലോ ഞങ്ങൾ ഒരു ഡക്കിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായി. ഡക്ക് മീൻസ് താറാവിനൊക്കെ കണ്ടിട്ട് പിന്നെ അവർ വളച്ചു. പിന്നെ ഓരോന്ന് എന്തെല്ലോ കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഡക്കിനെ കണ്ട വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അതാ ഒരു ആനേൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ നേരെയുള്ള വഴി. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പിൽ തൊട്ടാൽ കുഴപ്പമില്ല എന്നായിരുന്നു കേട്ടോ. ആനയുടെ വേറെ എവിടെയും തൊടരുത് അധികം എന്ന് പറഞ്ഞു. അതാണ്. പിന്നെ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഗ്രാസൊക്കെയുള്ള. ഡിച്ചു സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും എടുത്തിട്ടുണ്ടായി. പക്ഷെ എൻ്റെ ഇറക്കാൻ പറ്റിയില്ല. പാർക്ക് എന്ന് പറയാൻ കാരണം നല്ല ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അമ്മ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇത് ഡിച്ചു എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് എടുക്കാനൊക്കെ പറയുന്നത് കേട്ടോ. ഞാനും അച്ഛനും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഊഞ്ഞാലെല്ലാം കുറച്ച് നേരം ആടി. അപ്പുറത്ത് കുറച്ചും കൂടി വലിയ വേറൊരു ഊഞ്ഞാലുണ്ട്. കുറേ ടൈപ്സ് ഓഫ് ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കണ്ടപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം. അന്നേരം ഡിച്ചു ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഡിച്ചുവിൻ്റെ അടുത്ത് മതി എന്നൊക്കെ ഞാൻ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഓൾസോ അതായത് ഇതിനകത്ത് ഒരാൾക്ക് 999 ആണ് ഒരു അഡൾട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 5 വയസ്സ് ടു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 750 ആണ്. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവരുടെ ആ ഒരു ഹോട്ടലിൽ ബുഫേ ആയിരുന്നു കേട്ടോ ലഞ്ച്. അപ്പോൾ അത് ചിക്കനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതാ ഡിച്ചുവും അച്ഛൻ എൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഡിച്ചുവിൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പുറത്ത് അമ്മയുണ്ട്. പിന്നെ ഞാൻ ക്രോശയൊക്കെ കൊണ്ടുപോയിരുന്നു, ഞാൻ ക്രോശയൊക്കെ ചെയ്യുന്നുണ്ടായിട്ട് അവിടെ നിന്ന്. പിന്നെ കണ്ടോ ആ ഒരു ഊഞ്ഞാലല്ല ഞാൻ പറഞ്ഞു, വേറെ ഊഞ്ഞാൽ മാത്രമല്ല ക്ലൈമ്പിങ്ങും ഉണ്ട് കേട്ടോ അവിടെ. മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സൈക്കിളാണ് ആദ്യം ഓടിച്ചത്. പിന്നെയാണ് ഡിച്ചിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് സൈക്കിൾ ഓടിച്ചത്. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് സ്വിമ്മിങ് പൂളിൽ കളിക്കാൻ പോകാനായിരുന്നു.
എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ സൈക്കിളൊക്കെ ഓടിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാനാണെങ്കിൽ ബേബി പൂളും ഉണ്ട്, പിന്നെ വലിയ ആൾക്കാരുടെ പൂളും ഉണ്ട്. ഞാൻ ഡിച്ചു ബേബി പൂളിൽ കളിച്ചു. ഡിച്ചു ഭയങ്കര രസമായിരുന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന ചേച്ചിയുടെ കൂടെ ഞാൻ വലിയ പൂളിലാണ് കളിച്ചത്. മറ്റേ ആ ഒരു ഡോണറ്റ് പോലത്തെ സാധനമില്ല, അതൊക്കെ ഇട്ടിട്ടാണ് കളിച്ചത്. അല്ലെങ്കിൽ എനിക്ക് എത്തൂല അങ്ങനത്തെ, ജസ്റ്റ് എൻ്റെ കാല് തട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു പൂളായിരുന്നു. അടിപൊളിയായിട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡേ അടിച്ച് പൊളിക്കണം, ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസൊക്കെ അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ കുറേ നേരം എന്താ പറയുക ചിലവഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാനായിട്ടൊരു ഡേ വേണമെങ്കിൽ ഇവിടെ ഇത് നിങ്ങൾക്ക് ഉള്ളൊരു പ്ലേസാണ്, അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതൊക്കെ എല്ലാവർക്കും ബായ്.